ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 നടന്നിട്ടുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ്. 13/2020 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിന്റെ 8ാമത്തെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. So first one, the unsupported length of transverse ties should not exceed dash times the diameter of the tie in two direction. ട്രാൻസ്വേഴ്സ് ടൈഡ് അൺസപ്പോർട്ടഡ് ലെങ്ത് രണ്ട് ഡയറക്ഷനിലേക്കും ടൈ ചെയ്തിട്ടുള്ള ടൈസിന്റെ ഡയമീറ്ററിന്റെ എത്ര ടൈംസ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇതൊരു കോഡൽ പ്രൊവിഷൻ ആണ്. കോൺക്രീറ്റിന്റെ ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കോഡാണ് IS 456-2000 എന്നുള്ളത്. ഈ IS 456-2000 ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റുകളെ പറ്റി പറയുന്ന ക്ലോസ് ആണ് 26.5.3.2 എന്നുള്ളത്. കംപ്രഷൻ മെമ്പറിൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു ക്ലോസ് ആണ് 26.5.3.2 എന്നുള്ളത്. ഈ ക്ലോസിൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്ന ആ ഒരു സെന്റൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി രണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് ഈ അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ടൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കംപ്രഷൻ മെമ്പറിൽ ഒരു കോളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോളത്തിൽ നമ്മൾ കൊടുക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 48 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ ടൈ, 48 ടൈംസോ അല്ലെങ്കിൽ അതിൽ കുറവോ ഡയമീറ്റർ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ടൈസ് എന്താണ് രണ്ട് ഡയറക്ഷനിലേക്കും ടൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലായി കൊടുക്കുന്ന അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ബാറുകൾക്ക് നമ്മൾ ഒരു ഡയറക്ഷനിൽ മാത്രം ഓപ്പൺ ടൈസ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ് എന്ത് 26.5.3.2 രണ്ടാമത്തെ ക്ലോസ് പറയുന്നത്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ലോഞ്ചിറ്റ്യൂണൽ ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 48 ടൈംസോ അല്ലെങ്കിൽ അതിൽ കുറവോ രണ്ട് ഡയറക്ഷനിലും കൊടുക്കുന്ന ടൈസിന്റെ ഡയമീറ്ററിന്റെ 48 ടൈംസോ അല്ലെങ്കിൽ അതിൽ കുറവോ വരികയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്, ആക്ച്വലി 48 ടൈംസ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു കംപ്രഷൻ മെമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കംപ്രഷൻ മെമ്പറിൽ നമ്മൾ രണ്ട് ഡയറക്ഷനിലേക്കും കൊടുത്തിട്ടുള്ള ടൈസ്, ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ടൈയും ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ടൈ രണ്ട് ഡയറക്ഷനിലേക്ക് ടൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈയുടെ അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അതായത് ഈ രണ്ട് ലോഞ്ചിറ്റ്യൂണൽ ബാറുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, അത് 48 ടൈംസ് ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി ട്രാൻസ്വേഴ്സ് ടൈ. ഈ ട്രാൻസ്വേഴ്സ് ടൈയുടെ 48 ടൈംസോ അല്ലെങ്കിൽ അതിൽ കുറവോ ആണ് എന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് കൊടുക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ബാറുകൾ ഓപ്പൺ ആയിട്ട് നമുക്ക് ഒരു ഡയറക്ഷനിലേക്ക് കൊടുത്താൽ മതി എന്നാണ് ഈ IS കോഡൽ പ്രൊവിഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നാണ് എന്തിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫുൾ ഫിക്സിറ്റി അറ്റ് ദ കോളം മേ ബി വാലിഡ് ഓൺലി ഫോർ കോളം സപ്പോർട്ടഡ് ബൈ. ഒരു കോളം ഫുൾ ഫിക്സിറ്റി കണ്ടീഷനിൽ എത്തുന്നത് കോളം എന്തിൽ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഈ ഫുൾ ഫിക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫുൾ ഫിക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫിക്സഡ് കണ്ടീഷനിൽ വരുന്നത് ഏത് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ആ കോളം എന്തിൽ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ആ ഫുൾ ഫിക്സിറ്റി കണ്ടീഷനിൽ എത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് ഓൺ റോക്ക്, റോക്കിൽ എന്ത് ചെയ്യുക, ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തിക് പൈൽ ക്യാപ്പിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുക, കോളംസ് പ്രൊവൈഡ് ചെയ്യുക, അതല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ, ഒരു കോളത്തിന്റെ താഴ്ഭാഗത്തായിട്ട് റാഫ്റ്റ് ഫൗണ്ടേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം, ഒരു റോക്കിന്റെ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിലോ പൈൽ ക്യാപ്പിന്റെ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ, പൈൽ ക്യാപ്പ് അറിയാലോ, പൈൽസിന്റെ മുകളിൽ കൊടുക്കുന്ന ക്യാപ്പാണ്. ഇവിടെ നമുക്ക് ഈ ഫിഗറിൽ കാണാം, നമ്മൾ പൈൽസ് അടിച്ചിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു കോളത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈൽ ക്യാപ്പ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ പൈൽ ക്യാപ്പിന്റെ മുകളിൽ വരികയാണെങ്കിലോ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ, നമുക്കറിയാം റാഫ്റ്റ് ഫൗണ്ടേഷന്റെ പ്രത്യേകത എന്താണ്, വളരെ ഹെവി ആയിട്ടുള്ള ലോഡുകളെ വളരെ ലൂസ് ആയിട്ടുള്ള സോയിലിൽ ബെയർ ചെയ്യാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ആക്ച്വലി റാഫ്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും ആക്ച്വലി ഫുൾ ഫിക്സിറ്റി കണ്ടീഷനാണ്. ഒരു കോളത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ മൂന്ന് കണ്ടീഷന് മുകളിലായിട്ട് നമ്മൾ കോളം സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോളം എന്താണ്, റൊട്ടേഷനെ ഫുൾ ഫിക്സിറ്റി കണ്ടീഷനിലെത്തും, അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ത് ചെയ്യും, അത് റിസ്ട്രെയിൻ ചെയ്യും എന്ന് നമുക്ക് പറയാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A dash section is one which the area of the tension steel is such that the ultimate limit state, the ultimate compressive strain in concrete is reached. However, the tensile strain in the reinforcing steel is less than the yield strain. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സെക്ഷൻ, ആ സെക്ഷൻ എന്താണ്, അതിൽ ടെൻഷൻ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടെൻഷൻ സ്റ്റീൽ നമുക്കറിയാം, ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ടെൻഷൻ സ്റ്റീലും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കോൺക്രീറ്റും ഉണ്ടാവും. അപ്പോൾ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറാണ്. ആ കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ കംപ്രസീവ്
സ്ട്രെയിന് കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെയിന് അതിന്റെ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെയിനിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ റീൻഫോഴ്സിംഗ് സ്റ്റീലിന്റെ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെയിനേക്കാളും കുറവാണ് താനും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് സെക്ഷൻ ആണ് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺക്രീറ്റിന്റെ സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടെൻഷൻ സ്റ്റീല് എന്ത് ചെയ്തിട്ടുണ്ട്, ഈൽഡ് സ്ട്രെയിനിൽ എത്തിയിട്ടില്ല, അല്ല അതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെയിനിൽ എത്തിയിട്ടില്ല. എന്നാൽ കോൺക്രീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അൾട്ടിമേറ്റ് സ്ട്രെയിനിൽ എത്തിയിട്ടുണ്ട്. അതായത് കോൺക്രീറ്റ് ആദ്യം അതിന്റെ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെയിൻ റീച്ച് ചെയ്യുകയും എന്നാൽ സ്റ്റീല് അതേ സമയത്ത് തന്നെ സ്ട്രെയിന് ഈൽഡ് സ്ട്രെയിനേക്കാൾ കുറഞ്ഞു നിൽക്കുകയും അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെയിൻ റീച്ച് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം കോൺക്രീറ്റ് ആദ്യം കൊളാപ്സ് ചെയ്യാൻ പോകുന്നത്, കോൺക്രീറ്റ് ആദ്യമായി അതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെയിൻ സ്റ്റേജിൽ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഓവർ റീഇൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുതലായിട്ട് സ്റ്റീല്, ഏരിയ ഓഫ് സ്റ്റീല് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, കോൺക്രീറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റീല് അൾട്ടിമേറ്റ് സ്ട്രെയിനിൽ എത്തിയിട്ടുണ്ടാവില്ല. എന്നാൽ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺക്രീറ്റ് അൾട്ടിമേറ്റ് സ്ട്രെയിനിൽ എത്തുന്നതിന് മുൻപ് തന്നെ സ്റ്റീൽ എന്ത് ചെയ്യും, അതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെയിനിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ കണ്ടീഷനാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സെക്ഷനാണ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരേ സമയത്ത് തന്നെ അൾട്ടിമേറ്റ് സ്ട്രെയിൻ റീച്ച് ചെയ്യുന്ന കോൺക്രീറ്റും സ്റ്റീലും വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറയും. ഈ സെക്ഷനുകളെല്ലാം എന്താണ്, കോമ്പോസിറ്റ് സെക്ഷൻസ് ആണ് അല്ലേ. കോമ്പോസിറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് എന്താണ്, ഒരു മെറ്റീരിയൽ ആണ്, സ്റ്റീൽ മറ്റൊരു മെറ്റീരിയൽ ആണ്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കുന്ന സെക്ഷനുകളെ ആണ് എന്ത് ചെയ്യുന്നത്, കോമ്പോസിറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അണ്ടർ റീഇൻഫോഴ്സ്ഡ്, ഓവർ റീഇൻഫോഴ്സ്ഡ് ആൻഡ് ബാലൻസ്ഡ് സെക്ഷൻ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് കോൺക്രീറ്റ് അതിന്റെ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെയിൻ റീച്ച് ചെയ്തിട്ടുണ്ട്, എന്നാൽ സ്റ്റീൽ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെയിൻ റീച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെയിനേക്കാളും കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സെക്ഷനെ നമുക്ക് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡിസൈൻ പ്രാക്ടീസ് ഓഫ് ബീംസ് ദ സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോ ആർ ജനറലി ടേക്കൺ ഇൻ ദ റേഞ്ച് ഓഫ്, അതായത് നമ്മൾ ബീമിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോ അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്ലണ്ടേർനെസ് റേഷ്യോ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഈ സ്ലണ്ടേർനെസ് റേഷ്യോയുടെ വാല്യൂ എത്രയാണ് ജനറലി ഡിസൈൻ പ്രാക്ടീസിൽ നമ്മൾ എടുക്കാറുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഒരു ബീമിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം IS 456ന്റെ കോഡൽ പ്രൊവിഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ച്വലി ഈ ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. കാൻഡിലിവർ, അതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ്, കണ്ടിന്യൂസ് ബീമിനൊക്കെ ചില വാല്യൂസ് ആണ്, അതിന്റെ മാക്സിമം വാല്യൂ വരെ മാത്രമേ സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ വരാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോ ആണ്. അത് എന്താണ്, നമ്മൾ ഡിസൈൻ പ്രാക്ടീസിൽ ഒരു കണ്ടിന്യൂസ് ബീമും അതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീമൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വാല്യൂ കൺസിഡർ ചെയ്യാറുള്ളത് 10 to 16 ആണ്. 10 മുതൽ 16 വരെയുള്ള വാല്യൂ ആണ് സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അതിന്റെ ലിമിറ്റിംഗ് വാല്യൂസ് IS 456ന്റെ കോഡിൽ പറയുന്നുണ്ട്. സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ബീമിനും അതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനും കാൻഡിലിവർ ബീമിനും നമ്മൾ അതിൽ പറയുന്നുണ്ട്. നമ്മൾ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വാൾ ഈസ് എക്കണോമിക്കൽ ഫോർ ഹൈറ്റ് എബവ് ഡാഷ് മീറ്റർ. ഒരു കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വാള് എത്ര ഹൈറ്റിന് മുകളിൽ പോകുമ്പോഴാണ് എക്കണോമിക്കൽ ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഈ കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വാൾ ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു റീറ്റെയിനിങ് വാളാണ്. സോയിലിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാളാണ് എന്ത് ആക്ച്വലി കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വാൾ എന്നുള്ളത്. ഇതിന് ഈ പേര് വരാനുള്ള കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഒരു കൗണ്ടർ ഫോർട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഈ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കൗണ്ടർ ഫോർട്ട് കൊടുത്തിട്ടുണ്ടാവും. സ്ലാബിനെയും അതേപോലെ തന്നെ ഇതിന്റെ ഹീൽ സ്ലാബിനെയും ഈ സ്റ്റെമ്മിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു കൗണ്ടർ ഫോർട്ട് കൊടുത്തിട്ടുണ്ടാവും. ഈ കൗണ്ടർ ഫോർട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു എക്സ്ട്രാ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ആക്ച്വലി സോയില് നമ്മളുടെ റീറ്റെയിനിങ് വാളിലേക്ക് കൊടുക്കുന്ന ഷിയർ ഫോഴ്സും അതേപോലെ തന്നെ ബെൻഡിങ് മൊമെന്റിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ കൊടുത്തിരുന്നത്. കൗണ്ടർ ഫോർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നിന്നുണ്ടാകുന്ന പ്രഷറിനെ കൗണ്ടർ ഫീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാളിന്റെ ഈ കൗണ്ടർ ഫോർട്ടുകളുടെ ജോലി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവി ലോഡഡ് ആയിട്ടുള്ള പിന്നെ സോയിലാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെവി പ്രഷർ കൊടുക്കുന്ന സോയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മൾ കൊടുത്തിട്ടുള്ള റീറ്റെയിനിങ് വാളിന്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനും ഈ കൗണ്ടർ ഫോർട്ട് അത് കോൺക്രീറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. അപ്പം ഇങ്ങനെ ഈ ഒരു പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലാണ് ഒരു സേർട്ടൺ ഇന്റർവെല്ലിൽ കൗണ്ടർ ഫോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഈ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ എപ്പോഴും നമുക്ക് എന്താണ്, ഏത് ചെറിയ വാളിനും കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ ആക്കി ചെയ്യുന്നത് അത്ര എക്കണോമിക്കൽ അല്ല.
ചെറിയ ചെറിയ വാളുകൾക്കൊന്നും കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ ആയിട്ട് നമ്മൾ കൊടുക്കാറില്ല. യൂഷ്വലി അതൊരു അപ് ടു 7 മീറ്റർ വരെ എത്തിയാലോ അല്ലെങ്കിൽ 7 മീറ്ററിനേക്കാൾ മുകളിൽ പോവുകയാണെങ്കിലോ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ കൊടുക്കാറുള്ളത്. ചില ഫീറ്റിൽ പറയാറുണ്ട് 25 ഫീറ്റ് വരെ ഉള്ളതിനൊക്കെ നമ്മൾ കൗണ്ടർ ഫീറ്റ് കൊടുത്താൽ അത് എക്കണോമിക്കലായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, 7 മീറ്ററോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിട്ട് വരുന്ന പിന്നെ ഹൈറ്റ് ഉള്ള റീറ്റെയിനിങ് വാളുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൗണ്ടർ ഫോർട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി എന്താണ് ഡിലീറ്റഡ് ആണ്, പക്ഷെ ഇതിന്റെ ആൻസർ എന്താണ് 7 ആണ്, എബൌട്ട് 7 ആണ്. അതിൽ ചിലപ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പിന്നെ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും അപ് ടു 7 അല്ലെങ്കിൽ എബൌട്ട് 7 മീറ്റർ വരെയൊക്കെ ഹൈറ്റിൽ നമ്മൾ പിന്നെ കൗണ്ടർ ഫോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൗണ്ടർ ഫോർട്ട് റിട്ടേണിംഗ് വാൾ എന്തായിരിക്കും, എക്കണോമിക്കലായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ പ്രിലിമിനറി കാൽക്കുലേഷൻ ദ തിക്നെസ് ഓഫ് ദ ബേസ് സ്ലാബ് ഓഫ് എ റിറ്റെയിനിങ് വാൾ മേ ബി ടേക്കൺ ആസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ വാൾ. ഒരു പ്രിലിമിനറി കാൽക്കുലേഷന് വേണ്ടിയിട്ട് ബേസ് സ്ലാബിന്റെ തിക്നെസ്, ഒരു റീറ്റെയിനിങ് വാളിന്റെ ബേസ് സ്ലാബിന്റെ തിക്നെസ് നമ്മൾ വാളിന്റെ ഹൈറ്റിന്റെ എത്രയാണ് കൺസിഡർ ചെയ്യാറുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ബേസ് സ്ലാബിന്റെ തിക്നെസ് പറഞ്ഞാൽ ഇതാണ് എന്ത്, ബേസ് സ്ലാബ് അല്ലെ. ഈ ബേസ് സ്ലാബിന്റെ തിക്നെസ് നമ്മൾ എടുക്കാറുള്ളത് ഈ റീറ്റെയിനിങ് വാളിന്റെ ഹൈറ്റിന്റെ 8%. അപ്പൊ ബേസ് സ്ലാബിന്റെ തിക്നെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഒരു പ്രിലിമിനറി കാൽക്കുലേഷൻ ആണ്, അത് എടുത്തു പറയുന്നുണ്ട്. ഒരു റഫായിട്ടുള്ള കാൽക്കുലേഷന് ബേസ് സ്ലാബിന്റെ തിക്നെസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ റീറ്റെയിനിങ് വാളിന്റെ ഹൈറ്റിന്റെ 8% ആണ്, 8% ആണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡറിംഗ് ദ കൺസെപ്റ്റ് ഓഫ് ഡ്യൂറബിലിറ്റി ഓഫ് വാട്ടർ ടാങ്ക് ദ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. ഒരു കോൺക്രീറ്റിന്റെ വാട്ടർ ടാങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂറബിലിറ്റി കൺസെപ്റ്റിൽ നമുക്ക് ഒരു കോൺക്രീറ്റിന്റെ മിനിമം ഗ്രേഡ് എത്രയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ M30 ആണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക, നമ്മളെ വാട്ടർ ടാങ്കുകൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ ഡ്യൂറബിലിറ്റി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ കോൺക്രീറ്റിന്റെ ഗ്രേഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത് M30 ആണ്. M30 എന്ന് പറഞ്ഞാൽ 30 Nm², 28 days സ്ട്രെങ്ത് ആയിട്ട് കിട്ടുന്ന കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർമിസിബിൾ കോൺക്രീറ്റ് സ്ട്രെസ് ഇൻ ഡയറക്ട് ടെൻഷൻ ഓഫ് M20 ഇൻ കാൽക്കുലേഷൻ റിലേറ്റിംഗ് ടു ദ റെസിസ്റ്റൻസ് ടു ക്രാക്കിംഗ് ആസ് പെർ IS 3370/1965 പാർട്ട് 2 ഈസ്. IS 3370/1965 പാർട്ട് 2 പ്രകാരം M20 കോൺക്രീറ്റിന്റെ ക്രാക്കിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിസിബിൾ കോൺക്രീറ്റ് സ്ട്രെസ് എത്രയാണ് അനുവദനീയമായിട്ടുള്ളത് ആസ് പെർ ദി IS കോഡ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് IS 3370 പാർട്ട് 2 1965 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ടേബിൾ 1 എന്ത് ചെയ്തിട്ടുണ്ട്, പെർമിസിബിൾ കോൺക്രീറ്റ് സ്ട്രെസ് ഇൻ കാൽക്കുലേഷൻ റിലേറ്റിംഗ് ടു റെസിസ്റ്റൻസ് ടു ക്രാക്കിംഗ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ IS 3370 പാർട്ട് 2 എന്നുള്ളത്, എന്തിന്റെ കോഡാണ്? നമുക്കറിയാം IS 456 നമ്മൾ സാധാരണയായിട്ട് കോൺക്രീറ്റ് ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് അല്ലെ. എന്നാൽ ലിക്വിഡ് സ്റ്റോറേജുകൾ, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറുകളിലുള്ള ലിക്വിഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അതിന്റെ ഡിസൈന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഡാണ് IS 3370 എന്നുള്ളത്. അപ്പോൾ ലിക്വിഡ്സിനെ സ്റ്റോർ ചെയ്യുന്ന റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കോഡാണ് IS 3370 പാർട്ട് 2 എന്നുള്ളത്. അതിന്റെ ടേബിൾ 1 ക്രാക്കിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺക്രീറ്റിന് ഇവിടെ ചോദിച്ചിട്ടുള്ളത് M20 കോൺക്രീറ്റിന്റെ പെർമിസിബിൾ കോൺക്രീറ്റ് സ്ട്രെസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ട് ടെൻഷന്റെ പിന്നെ M20 ഇവിടെ 200 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് kg/cm²ലാണ്. നമ്മളിവിടെ M20 എന്ന് പറയുന്നത് Nm/mm²ലാണ്. അപ്പൊ M200 കൊടുത്തിട്ടുള്ളത് ഡയറക്ട് ടെൻഷൻ എത്രയാണ്, 12 kg/cm² ആണ്. ഓക്കെ, ഇവിടെ ഡയറക്ട് ടെൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, പെർമിസിബിൾ കോൺക്രീറ്റ് സ്ട്രെസ് ഇൻ ഡയറക്ട് ടെൻഷൻ. അപ്പൊ ഡയറക്ട് ടെൻഷനിൽ M20 കോൺക്രീറ്റിന്റെ എത്രയാണ് പിന്നെ പെർമിസിബിൾ സ്ട്രെസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ M20യുടെ 12 kg/cm² ആണ്. ഇനി ഇതേ ടേബിളിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കുക. ദ പെർമിസിബിൾ കോൺക്രീറ്റ് സ്ട്രെസ് ഇൻ ടെൻഷൻ ഡ്യൂ ടു ബെൻഡിങ്. അവിടെ ചോദിച്ചിരുന്നത് പെർമിസിബിൾ കോൺക്രീറ്റ് സ്ട്രെസ് ഇൻ ഡയറക്ട് ടെൻഷൻ ആണ് ചോദിച്ചിരുന്നെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ടെൻഷൻ ഡ്യൂ ടു ബെൻഡിങ് ആണ്. ഇതും M20 കോൺക്രീറ്റിന്റെയാണ് ചോദിച്ചിട്ടുള്ളത്. സെയിം കോഡ് IS 3370/1965 പാർട്ട് 2 നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അടുത്തടുത്ത് ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങളുടെ ആൻസറും ഈ ഒരു ടേബിളിൽ നിന്നുള്ളത് തന്നെയാണ്. M20ക്ക് ടെൻഷൻ ഡ്യൂ ടു ബെൻഡിങ്ങിന് എത്രയാണ് വാല്യൂ വരുന്നത്, 17 kg/cm² ആണ്. അപ്പൊ നമുക്ക് ഈ കോഡൽ പ്രൊവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി എയുടെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമ്മൾ കോഡൽ
കോഡൽ പ്രൊവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ഏത് കോഡിൽ നിന്ന് വേണമെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് കോഡിൽ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ജനറൽ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓർത്തു വെക്കുക. അപ്പോൾ ഇവിടെ ക്രാക്കിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ പെർമിസിബിൾ സ്ട്രെസ് എത്രയാണ്, അത് ടെൻഷനിലാണെങ്കിലും അല്ലെങ്കിൽ ബെൻഡിങ്ങിലാണെന്നുണ്ടെങ്കിലും, ടെൻഷൻ ഡ്യൂ ടു ബെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് വാല്യൂസ് വരിക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. M20ക്ക് 12ഉം 17ഉം ആണ്. ഡയറക്റ്റ് ടെൻഷൻ 12 ആണ്, ടെൻഷൻ ഡ്യൂ ടു ബെൻഡിങ് 17 ആണ്. M15 ആണെന്നുണ്ടെങ്കിൽ 11ഉം 15ഉം ആണ്, അത് ഓർത്ത് വെക്കുക. M25 ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ടെൻഷന് 13 kg/cm², ആണ്, മറ്റേത് 18 kg/cm² ആണ്. ഇവിടെ തന്നിട്ടുള്ള കോഡൽ പ്രൊവിഷൻ kg/cm²ലാണ്. ചിലപ്പോൾ നമ്മളോട് Nm/mm² ഒക്കെ ചോദിക്കുക. അപ്പോൾ അത് കൺവേർട്ട് ചെയ്തിട്ട് ആ വാല്യൂ എഴുതാം. ഇതേപോലെ തന്നെ ഷിയറിന്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെത്തേഡ് ഓഫ് പ്രീ സ്ട്രെസ്സിംഗ് കോൺക്രീറ്റ് ഇൻ വിച്ച് പ്രീ സ്ട്രെസ്സിംഗ് സ്റ്റീൽ ഈസ് ടെൻഷൻഡ് അഗെയിൻസ്റ്റ് ദ ഹാർഡൻഡ് കോൺക്രീറ്റ് ഈസ്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഒരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്, ആ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ ഹാർഡൻ ചെയ്തിട്ടുള്ള കോൺക്രീറ്റിന് എഗെയിൻസ്റ്റ് ആയിക്കൊണ്ട് സ്റ്റീലിനെ എന്ത് ചെയ്യുന്നു, പ്രീ സ്ട്രെസ് ചെയ്യുന്നു. അത് ഏത് ടൈപ്പ് ഓഫ് ടെൻഷനിങ് ആണ് എന്നുള്ളതാണ് ചോദ്യം. പ്രീ ടെൻഷനിങ് ആണോ, പോസ്റ്റ് ടെൻഷനിങ് ആണോ, ജാക്ക് ടെൻഷനിങ് ആണോ, ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കറിയാം, ഒരു കോൺക്രീറ്റ് സെറ്റ് ആവുന്നതിന് മുമ്പാണ് നമ്മൾ അതിലുള്ള സ്റ്റീലിനെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെൻഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രീ ടെൻഷനിങ് എന്നാണ് പറയാം. പ്രീ ടെൻഷനിങ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഹാർഡൻ ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റീലിനെ നമ്മൾ ടെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ആക്ച്വലി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഹാർഡൻഡ് കോൺക്രീറ്റ് എന്നാണ്. അതായത് കോൺക്രീറ്റ് ഹാർഡായിട്ടുണ്ട്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സ്റ്റീലിനെ സ്ട്രെസ് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ പോസ്റ്റ് ടെൻഷനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, പോസ്റ്റ് ടെൻഷനിങ്ങിൽ ആദ്യം നമ്മളൊരു കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നു. കാസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഡക്റ്റ് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ഡക്റ്റിലൂടെ ആണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് നമ്മൾ അതിൻ്റെ ടെൻഡൻസിനെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്, അല്ലേ, ഈ സ്റ്റീലിനെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജാക്ക് ഉപയോഗിക്കും. അതിന് നമ്മൾ ജാക്ക് ടെൻഷനിങ് എന്ന് പറയും. ജാക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രീ സ്ട്രെസ്സിങ് ചെയ്യും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു കോൺക്രീറ്റ് ഹാർഡൻ ചെയ്യുന്നതിന് മുമ്പാണ് ആ സ്റ്റീലിനെ സ്ട്രെസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രീ ടെൻഷനിങ് എന്ന് പറയാം. കോൺക്രീറ്റ് ഹാർഡൻ ചെയ്തതിന് ശേഷം ഡക്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഡക്റ്റിലൂടെ നമ്മൾ ഇട്ടിട്ടാണ് പിന്നീട് അതിനെ ടെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോസ്റ്റ് ടെൻഷനിങ് എന്നാണ് പറയുന്നത്.